കുറച്ച് നല്ല പഴുത്ത മാങ്ങ എടുത്തു കേട്ടോ. ചെറിയ മാങ്ങയാണ്, പക്ഷെ നല്ല കഴുമ്പൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്ത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് വേവിക്കാൻ പോവുകയാണ് ചെയ്യണേ കേട്ടോ. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എനിക്ക് ഡിഷിൻ്റെ പേരൊന്നും അറിയില്ല, ബട്ട് ഒരു കൊങ്കിണി ഡിഷാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ടു. പിന്നെ ഒന്ന് തള വന്നപ്പോൾ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുത്തു. ഇതിന് നാളികേരം അങ്ങനെയൊന്നും വേണ്ട. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഡെസേർട്ടാണ്. ഞാനിത് ആദ്യം തയ്യാറാക്കിയതിന് ശേഷം ചോറിൽ കൂട്ടി കഴിച്ചു കേട്ടോ. അത്ര ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ മധുരമാണ് വരണത് കേട്ടോ. അപ്പോൾ ഡെസേർട്ടായിട്ട് കഴിക്കാനാണിത് ടേസ്റ്റ് കൂടുതലും, അതാണ് നല്ലതും. അപ്പം നന്നായി ഒന്ന് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഞാൻ നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. നന്നായി വേവിച്ച് വെന്ത് ആ ചാറൊക്കെ കുറുതായി വരണേ. നന്നായി തിളച്ച് ഏകദേശം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ചാറും നന്നായി വെന്തിട്ടുമുണ്ട് മാങ്ങയെല്ലാം. അപ്പം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കുകയാണ് ചെയ്യണേ കേട്ടോ. കുറച്ച് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകും ഒരു നുള്ളി ജീരകം ഇട്ട് പൊട്ടുമ്പോൾ നമ്മുടെ കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ലാസ്റ്റ് ഒരു സ്പൂൺ നമ്മുടെ ചതച്ച് വെച്ച കുരുമുളക് പൊടി ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതധികം എരിവൊന്നുമില്ല കേട്ടോ. ഇത്ര കുരുമുളക് പൊടി ചേർക്കണ്ട, ശരിക്കും പറഞ്ഞാൽ കുറച്ച് മതി. ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചധികം കുരുമുളക് പൊടി ചേർത്തത്. ഡെസേർട്ടായിട്ടാണ് ഇത് കഴിക്കേണ്ടത്.